ബ്രോ 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 നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ഓ ബ്രോ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അളിയ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപയാ? അത്ര വലിയ എമൗണ്ട് ഒന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒന്ന് നിൽക്കുമ്പോ അവിടെ വെച്ച് കട്ട് ചെയ്യാം. അവനെന്തിനാ അടിക്കുന്നു? ഒരു കണ്ടന്റ് പറഞ്ഞളിയോ, അത് കേട്ടിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ടായവൻ. ഒരു കണ്ടന്റിന്റെ എത്ര കഷ്ടം എന്നറിയാമോ? അതിന് മാത്രം എന്ത് കണ്ടന്റ് ആണ് നിന്റെ അടുത്ത് പറഞ്ഞു? അതൊരു കോമഡി കണ്ടന്റ് അളിയാ. വാട ഇവൻ എടുത്തിട്ട് നമുക്ക് പോവാം. നമ്മൾ അന്ന് പറഞ്ഞ ആ കണ്ടന്റ് എടുക്കാം. എന്നെ വിട്ടിട്ട് എവിടെയാടാ പോണ്? നിക്കടാ, ഞാനും വരാം. മെൽവിനെ, നീ സ്ട്രേറ്റ് ആയിട്ട് വന്നിട്ട് സ്റ്റാൻഡ് ഇട്ടിട്ട് മാസമായിട്ട് നിൽക്കണം. എടാ അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ എപ്പോഴും ചെയ്യുന്നത് പോലെ അവൻ്റെ അടുത്ത് പോയി ചുമ്മാ നിന്നാ മതി. എനിക്കൊരു ചാൻസ് ചെയ്യാടാ. ഈ വീഡിയോക്ക് ഞങ്ങൾ രണ്ടുപേരും ആവശ്യം. ഇവനെ ചുമ്മയാണ് നിൽക്കുന്നത്. അപ്പൊ ആ റോൾ ഞാൻ ചെയ്യാടാ. വെറുതെ തന്നെയാടാ നിൽക്കണം. അതിലെന്താ റോള്? അവനെ കേട്ട് നന്നായിട്ട് വെറുതെ നിൽക്കുമ്പോടാ നീ എനിക്കൊരു ചാൻസ് നോക്കടാ. അപ്പൊ നീ അവിടെ പോയി വെറുതെ നിന്ന് പ്രാക്ടീസ് ചെയ്യും. ഞാൻ എന്നെ വിളിക്കാം. കാണിച്ചു തരാം എന്റെ ടാലന്റ്. അവൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. സിംഗം വലിക്കൊണ്ട നെഞ്ചം. ഇവിടെ നിൽക്ക്, ഞാൻ പോയി സംസാരിച്ചോണ്ട് വരാം. അളിയാ ഇവിടെ വാടാ. എന്താ ചെയ്യുന്ന ഇവിടെ? ഞാൻ ചെയ്യില്ല, ഇവനാണ് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന്. അളിയാ ഇവിടെ നോക്കടാ, സിനിമ നടിയെ പോലെ ഇരിക്കും. ഇവിടെ എനിക്ക് മാത്രം തന്നെടാ. അവൾക്കൊരു ചേട്ട ഉണ്ടടാ. അവളുടെ ചേട്ടാറാ, 2 അടി കൊടുത്താ അവിടെ കിടക്കും. ഇവിടെ നിൽക്കുന്നില്ല, രണ്ടെടുത്താ. നിനക്കാരുടെ തരും? ഞാൻ അവന്റെ ചേട്ടനെ പറഞ്ഞത്. എന്തൊരു ഭംഗിയാടാ അവള്. അല്ലേ അളിയാ? ഓടാ അളിയാ. ഹായ് ബ്രോ. എന്താ ചെയ്യുന്ന ഇവിടെ? അനിയത്തി നോക്കിട്ട് പോവേണ്ടി വന്നു ബ്രോ. സിനിമ നടി എന്തിനാ പറഞ്ഞു? എന്റെ അനിയത്തി ബ്രോ. അനിയത്തിയോ? ഓ, അതിനെന്താ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു? നിനക്ക് അവളോട് സംസാരിക്കാതെല്ലാം ഉണ്ട്. ഇല്ല ബ്രോ, ചുമ്മാ സംസാരിച്ചിട്ട് കണ്ടിട്ട് ബൈ ബ്രോ. അയ്യോ, ഒരു സിനിമ നോക്കാടുന്ന ഇവര്. എത്ര പരസ്യം! 2 മണിക്കൂർ സിനിമയിൽ 1.5 മണിക്കൂർ പരസ്യമായിട്ടാ സിനിമ എങ്ങനെയാടാ നോക്കാൻ? എന്ത് നെയില് സെന്റ് അടിച്ചാ തരും? അയ്യോ കരാ, എന്റെ മമ്മി ഇത് 3 വിരൽ കൊണ്ട് വൃത്തിയാക്കും. വെറും 3 വിരൽ കൊണ്ട് കാണിക്കണോ? ഞാൻ ആരെന്ന് കാണിക്കണോ? ഇങ്ങോട്ട് അടിയടാ. ബോളടാ മണ്ട അവിടെ അത്രയാണ് അഴുക്കാടാ. എന്റെ അമ്മ ഇത് 3 വിരൽ കൊണ്ട് വൃത്തിയാക്കും. 3 വിരല്ല കാണിക്കട്ടാ. അച്ചമ്മിളി ഓടും. അമ്മ വെള്ളപ്പനില്ല അഴുക്ക്. എന്റെ അമ്മ 3 വിരലിൽ കഴുകും. ഞാൻ 3 വിരലുകൊണ്ട് എങ്ങനെ തുണി കഴുകും? തുണി വൃത്തിയാക്കുന്ന കഷ്ടം എനിക്ക് തന്നെ അറിയാം. നീ തന്നെ ആ തുണി വൃത്തിയാക്ക്. പോ. എന്റെ അമ്മ ഇത് 3 വിരൽ കൊണ്ട് വൃത്തിയാക്കും. അളിയാ അമ്പ ഇടിയടാ. 4 പേര്, ഇവൻ ഒറ്റ പറത്തിട്ട് ഇടിച്ച്. 2 പേർക്ക് മൂക്ക് പൊട്ടി, 2 പേർക്ക് കാത് പൊട്ടി. കൊറേ ഇടി. ഇവനാ? അവ ഒന്നും അല്ലടാ, ഇവ വേറെ. അവൻ തന്നെടാ. നീ അവിടെ ഇരിയടാ. ഇവൻ തന്നെയല്ല നീ പറഞ്ഞ ആള്? നീ അവിടെ ഇരിയടാ. നീ എന്താ ചെയ്യാൻ പോണു? എന്താ മിണ്ടാറാലും ഇപ്പൊ ഇടിക്കാം. അയ്യോ, എനിക്ക് ഇതിന് ഒരു ஒத்த நொடி எனதா எனக்கு சித்தம் கலங்கிருச்சே. ടീഷർട്ട് സൂപ്പർ ആയിരിക്കണം. എവിടെ മേടിച്ചു? ഒരു ഓഫറിൽ വാങ്ങിയത്. മുടി സൂപ്പർ ആയിരിക്കും. 2 വാച്ച് ഇട്ടിരിക്കണ എന്തിനും ചോദിക്കാൻ വേണ്ടിയല്ലേ നീ ഇതെല്ലാം കാണിക്കുന്നു? ഈ വാച്ച് സമയം നോക്കാൻ. അപ്പൊ ഈ വാച്ചോ? ഈ വാച്ചിൽ സമയം കറക്റ്റാന്ന് നോക്കാൻ ഈ വാച്ച്. അപ്പൊ 2 സമയം തെറ്റെങ്കിൽ ഞാൻ പൊട്ടനാ. എൻ്റെ ഫോണിലായിരിക്കും, ഞാൻ ഫോണിൽ നോക്കും. നീ ഇല്ല പൊട്ടൻ. നീ പറയാനല്ലേ കേട്ടിട്ടിരിക്കണ? ഞാൻ തന്നെ പൊട്ടൻ.
എന്റെ ഫോൺ ഇത് പിടിയാവനെ ഫോൺ ചേട്ടാ ഇത് എന്റെ ഫോണാണ്. എന്റെ ഫോൺ നിക്ക് പാസ്വേഡ് പറ 2244 ഓർഡറാ. അളിയ എല്ലാരും കമ്മിറ്റഡ് ആയി, നമ്മള് മാത്രം തന്നെ ഇതുവരെ സിംഗിൾ ആയിരിക്കുന്നു. നമ്മളല്ല നീ. അളിയാ നിന്റെ കൂടെ സംസാരിക്കണ്ട, നിന്റെ കൂടെ വരണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നീ പോ. ഇല്ല അളിയാ, ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചേ. ശരി പോ. നീ വിളിച്ചെന്നെ എവിടെ ആണെങ്കിലും വരുമ്പോടാ, നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്ക് ഒരുമിച്ച് പോവാം. അളിയാ സ്വന്തം അളിയാ. സ്വന്തം അളിയാ 100. അളിയപ്പ എവിടെ പോയിട്ടിരിക്കും? വീട്ടിൽ പോകണ അളിയാ 100. കഴിച്ച അളിയാ? കഴിച്ചില്ല അളിയാ 100. ഇന്നാ പിടിയാടാ നിന്റെ 100 രൂപ. ഹലോ ഡേ അളിയാ, നിന്റെ വണ്ടി ഞാൻ പയ്യൻ താഴെ ഇട്ടടാ. ആ വണ്ടി ഇനി ആക്രി കടകാരൻ പോലും എടുക്കത്തില്ലടാ. ആ വണ്ടി ഇനി വെറും വേസ്റ്റ്. ഈ അഡ്രസ് ഇപ്പൊ ആരോട് ചോദിക്കാം? ദാണ്ട് അവിടെ അടുത്ത് ഇരിക്കണം, അവൻ്റെ ചോദിക്കാം. ബ്രോ അഡ്രസ് എവിടെ ഇരിക്കണം എന്ന് പറ ബ്രോ. എനിക്കറിയില്ല ബ്രോ, അവൻ്റെ അടുത്ത് ചോദിക്കും ബ്രോ. ബ്രോ അഡ്രസ് എവിടെയെന്ന് അറിയാമോ? അറിയില്ല ബ്രോ. ഒരിക്കലും നോക്കിയിട്ട് പറ ബ്രോ. ഇല്ല അറിയില്ല ബ്രോ. പ്ലീസ് ബ്രോ നോക്കി പറ ബ്രോ. എല്ലാവരോടും ചോദിച്ചു ബ്രോ, ആരും ഒന്നും പറയണില്ല. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ അവിടെ ഒരു പിസ്സ കട ഇരിക്കും. സൂപ്പർ ടേസ്റ്റ്. അത് നമ്മൾക്ക് ആവശ്യമില്ല. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചായക്കട ഇരിക്കും. സൂപ്പർ ടേസ്റ്റ്. അത് നമ്മൾക്ക് ആവശ്യമില്ല. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് ഒരു സ്ട്രേറ്റ് എടുത്താൽ അവിടെ മുസ്ലിമിൻ്റെ ഒരു പള്ളി ഇരിക്കും. യാ അല്ലാ, വെരി പവർഫുൾ. അത് നമ്മൾക്ക് വേണ്ട. അതിൻ്റെ റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത് ഒരു സ്ട്രേറ്റ് എടുത്താൽ ഒരു ചർച്ച്. അവിടെ ഇരിക്കുന്ന ദൈവത്താണ് സത്യം. എനിക്ക് അഡ്രസ്സ് എവിടെ ഇരിക്കണം എന്ന് അറിഞ്ഞൂടാ. ഹായ് ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ പെറ്റ് ലവേഴ്സിന് വേണ്ടിയാണ്. എൻ്റെ കയ്യിൽ ഒരു പെറ്റുണ്ട്. അത് വന്നിട്ട് കോഴിയാണ്. അതിൻ്റെ പേര് സുന്ദരിയാണ്. സുന്ദരി. ഇത് മൂടിയിടണോണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇതിന് ക്യാമറ കണ്ട ഷൈ ആണ്, അതാണ് മൂടിയിട്ടിരുന്നത്. കൊണ്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഒരിക്കൽ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇതുപോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. അളേ കോഴി ശബ്ദം എന്തര് കഴുത്തറുത്തിട്ടുള്ള ഓക്കെ. അപ്പോൾ നിങ്ങൾ മൃഗങ്ങളൊക്കെ വളർത്തണം, കറക്റ്റായിട്ട് ആഹാരം കൊടുക്കണം, നന്നായിട്ട് നോക്കണം. പിന്നെ അളയാ കോഴി പൊരിക്കണോ കറി വെക്കണം? ചുടണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വളർത്തണം. പട്ടി, പൂച്ച, കിളികൾ ഇങ്ങനെ കുറേയൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ വളർത്തണം. അപ്പോൾ അത് കത്തി മൂർച്ചയില്ല. ഇതെടുത്തടിച്ചു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കണം. കോഴിക്കൊക്കെ നന്നായിട്ട് തീറ്റ കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് അവസാനിക്കാം. എല്ലാവരും ആടെ. அந்த ஆகாயம் போதாத பறவை ஒன்று நதி கண்ணாடி. എൻ്റെ അത്ര ആരെങ്കിലും വരുമാടാ? ആരെങ്കിലും വരുമോ? ഇങ്ങോ. ഞാനേ വലിയ റൗഡി, നീ എന്നെ ഇടിച്ചിട്ടാ പോകണം. നിക്കി. ഓ ആളെ വിളി. ഇതിനെ നിന്റെ അക്കൗണ്ട്. ഓ ബ്രോ പ്ലീസ് ഫോളോ ബ്രോ പ്ലീസ് ബ്രോ. അളിയാ ഞാൻ മുടി കെട്ടാമോ? വെട്ട്. യാതൊട്ട് വെട്ടാൻ പോന്നു. വീക്ക് കട്ടറാ. അവൻ നിന്റെ കൂട്ടുകാരൻ തന്നെയല്ലേ, നിന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോണു.
വിഘ്നേഷേ എന്താ ഇങ്ങോട്ട് വാ. നീ എന്താ അവനെ കണ്ടിട്ട് കാണാത്ത പോലെ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പ്രശ്നമാ? ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. നീ പറ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പ്രശ്നമാ? നീ അവന്റെ അടുത്ത് തന്നെ ചോദിച്ചു. രണ്ടുപേർക്കും ചെരുപ്പിട്ട് ഇട്ടാ അടി. അവനെ അവോയ്ഡ് ചെയ്യണ്ടാ, പെണ്ണുങ്ങൾ പോലെ കാണിക്കണ്ടാ അവൻ. ഞാനാ പെണ്ണുങ്ങളെ കാണിക്കുന്നു. നിൽട്ടാ ഞാനല്ല ഇരിക്കുന്ന പ്രശ്നം എല്ലാം തീർത്തി തരാം. എന്തിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയടാ. ഇവൻ അന്ന് എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് ഇവൻ അവന്റെ ഫോൺ മറന്നു വെച്ചിട്ടാണ് പോയത്. അപ്പൊ അവനെ തിരിച്ച് കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണം. അതിനാണ് അവനെ 10 പ്രാവശ്യം കോൾ വിളിച്ചു. എന്നിട്ട് ഇവൻ കോൾ എടുത്തില്ല. പറഞ്ഞെന്ന് വിശ്വസിക്കത്തില്ല. വേണം ഇന്ന ഫോൺ എടുത്ത് നോക്ക് എത്ര പ്രാവശ്യം വിളിച്ചിരിക്കണം. നീ എന്താ പറയണ? അവൻ എങ്ങനെയാ എടുക്കാൻ പറ്റും? ഓ അവന്റെ ഫ്രണ്ടില്ല നീ അവനെ തന്നെ സപ്പോർട്ട് ചെയ്യും. ഇതിനാണ് ഞാൻ ഇവിടെ വരാത്തത്. ഡേ വിഘ്നേഷേ, നിനക്ക് മനസ്സിലാവണല്ലേ അവൻ കുറച്ച് മെന്റൽ തന്നെ. അവൻ മനസ്സിലാക്കുന്നില്ലടാ. ഫോൺ സൈലന്റ് കിടന്ന്, ഇല്ലെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നടാ. അപ്പോ സൈലന്റിൽ ഇരുന്നോണ്ട് നീ എടുത്തില്ല, സൗണ്ടിൽ ഇരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. ഡേ ഇവ എന്താ എന്റെ ഫോൺ തന്നിട്ട് പോയി? വെയിറ്റ്. നീ ആരെടാ വിളിക്കുന്നു? അവനെ തന്നെ ഫോണല്ലേ തന്നിട്ട് പോയി.